ഇത് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമാണോ? ഒരു ഭാഗത്ത് ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ മതവിശ്വാസത്തെ ഉപയോഗിക്കുന്നു, അതുപോലെ ഇസ്ലാമിക രാഷ്ട്രവാദികൾ മതവിശ്വാസത്തെ ഉപയോഗിക്കുന്നു. മതവിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് താലിബാനിസമാണ് ഈ കൂട്ടർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിനെതിരായി സമൂഹമാകെ ഒറ്റക്കെട്ടായി രംഗത്ത് വരണം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ SDPI കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി മാറിയിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടും SDPI, പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് SDPI. ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പോൾ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി മാറിയിരിക്കുകയാണ്. മതരാഷ്ട്രവാദികൾ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി മാറിയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് SDPI ഒക്കെ നടപ്പിലാക്കുന്ന ഇമാതിരി സദാചാര ഗുണ്ടായിസത്തിന് കുറവ് വന്നതാണ്. കുറച്ച് കാലം മുമ്പ് കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നു, എന്നാൽ അടുത്ത കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും തലപൊക്കുകയാണ്. അതിൻ്റെ കാരണം ഈ മതരാഷ്ട്രവാദികളെ പിന്തുണക്കാൻ, അത് ജമാഅത്തെ ഇസ്ലാമി ആയാലും ശരി SDPI ആയാലും ശരി, ഈ മതരാഷ്ട്രവാദികളെ പിന്തുണക്കാൻ നേരത്തെ മുസ്ലിം ലീഗ് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് അവരുടെ രാഷ്ട്രീയ നയം തന്നെ നിശ്ചയിക്കപ്പെടുന്നത് മതരാഷ്ട്രവാദികൾ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും B ടീമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസും അതിൻ്റെ കൂടെയാണ്. യഥാർത്ഥത്തിൽ UDFന്റെ ഭാഗമാക്കി മതരാഷ്ട്രവാദികളെ മാറ്റിയതോടുകൂടിയാണ് താലിബാൻ മാതൃകയിലുള്ള ഫത്വ ഇറക്കാനും താലിബാൻ മാതൃകയിലുള്ള സദാചാര ഗുണ്ടായിസം നടത്താനും ഇത്തരം ക്രിമിനൽ സംഘങ്ങൾക്ക് ധൈര്യം വരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് അതിൻ്റെ നിലപാട് പറയണം. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് എന്താണ് കോൺഗ്രസിനൊന്നും പറയാനില്ലാത്തത്? കോൺഗ്രസ് നിലപാട് പറയണം. ഈ SDPIയുടെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സദാചാര ഗുണ്ടായിസത്തെ നിങ്ങൾ പിന്തുണക്കുകയാണോ, അതോ നിങ്ങളുടെ സഖ്യകക്ഷി ആയതുകൊണ്ട് ഇതൊക്കെ നടന്നോട്ടെ എന്നാണോ കോൺഗ്രസ് ചിന്തിക്കുന്നത്? കോൺഗ്രസ് ഇതിൻ്റെ മേലെ അവരുടെ നിലപാട് പറയണം. പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ മേലെ അദ്ദേഹത്തിൻ്റെ നിലപാട് പറയണം. കണ്ടില്ലെന്ന് നടിക്കരുത്. ഇത് കേരളീയ സമൂഹത്തിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ്. നമ്മുടെ ജനാധിപത്യ സമൂഹത്തെ തകർക്കുന്നതാണ്. അതുകൊണ്ട് ജനാധിപത്യ കേരളമാകെ ഈ ഒരു സംഭവത്തിനെതിരായി ശക്തമായ രംഗത്ത് വരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.